ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാമയുടെ കയ്യിൽ ആ ചരടും കൊടുത്ത് ഏലസും കൊടുത്ത് ശ്രുതി അങ്ങ് പോയി. ഭാമ ഇങ്ങനെ ദൈവത്തിനെയും വിളിച്ച് അവിടെ നിൽക്കുക. പിന്നെ കാണിക്കാൻ നമ്മുടെ വർഷ വേദന എടുത്ത് പ്രസവിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നും പറഞ്ഞ് നെട്ടോട്ട് ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന്. അവനോട് ഞാൻ എല്ലാം പറഞ്ഞതാ, അവൻ എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നീ മരുന്നൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ നല്ലതായിട്ട് കഴിച്ചോ? ഇല്ലെന്നുണ്ടെങ്കിലേ പിന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്തനുഭവിക്കാൻ? അല്ല പിന്നെ ഫുഡ് പോയ്സൺ വരുമെന്നോ? ആ, ഇത് ഫുഡ് പോയ്സൻ്റെ ഒന്നും അല്ല, ഫുഡ് പോയ്സൻ്റെ ഒന്നും അല്ലെന്നോ. നിനക്ക് എന്നാ പറ്റിയത്? ഇതിൻ്റെ ഒക്കെ കാരണം ഞാനാണോ നിനക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു തന്നത്? ദേ കൊണ്ടു ഉരുളല്ലേ, നീയാ കാരണം. നിന്നെ കൊല്ലേണ്ട ദേഷ്യമുണ്ട് എനിക്ക്. നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പിടിച്ചിങ്ങനെ കഴുത്തിന് ഞെക്കും. അപ്പോൾ ശ്രീകാന്ത്, നിനക്ക് എന്താ പറ്റിയ വർഷം? നീ ഒന്നും വിട്ടേന്നും പറഞ്ഞ് ഇങ്ങനെ മാറി നിൽക്കുമോ? നിനക്ക് എന്നാ? നീ ഇറങ്ങിപ്പോ, ഈ മുറിയിൽ നിന്ന് നീ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഞാൻ പോകില്ലെങ്കിൽ നീ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യുന്നോ? ഞാൻ എന്തും ചെയ്യുമെന്ന് വർഷ. അത്രയ്ക്ക് ക്ഷമ കെട്ട് നിൽക്കുക ഞാൻ. എനിക്ക് നിന്നെ കാണണ്ടാന്ന് വർഷ. നീ എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ ഇല്ലയോ ശ്രീകാന്തേ? എന്താ ശരിക്കും നിന്റെ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു ശ്രീകാന്ത്. നീ എവിടുന്നോ ഫുഡ് കഴിച്ചു, അത് നിനക്ക് വയറ്റി പിടിച്ചില്ല, നീ ഛർദ്ദിച്ചു. അതിന് ഞാനെന്ത് തെറ്റാ ചെയ്തതെന്ന് ശ്രീകാന്ത്. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പം, നിനക്കല്ല, എനിക്കാ പിഴച്ചത്, നിന്നെ ഞാൻ വിശ്വസിക്കരുതായിരുന്നു എന്ന് വർഷ. അയ്യോ എൻ്റെ അമ്മേ, ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു വർഷ ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പം ഇശ്വടാ, ഇതെന്നത് അവിടെ ഇവിടെയും തൊടാതെയാണല്ലോ ഇവൾ ഓരോന്ന് പറയുന്നേ. എന്താ ഇവളുടെ ശരിക്കും പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് രവിയേട്ടൻ അവിടെ നിന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്ര തൊട്ടപ്പുറം ഇരിപ്പുണ്ട്. ഒരു നീക്കടി ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്കും സച്ചി ഇവരുടെ രണ്ടുപേരുടെയും നടുക്കിയിരിക്കും. അപ്പം രണ്ടുപേരുടെ വഴക്കുണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കൂ കേട്ടോ. അപ്പം രേവതി തൊട്ടരികിലിരുന്ന് പൂമാല കെട്ടിക്കൊണ്ട് ഇരിപ്പുണ്ട്. രണ്ടുപേരും പിണങ്ങിയിരിക്കുകയാണെന്ന് അച്ഛൻ അന്നേരം രേവതിയോട് പറയുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. ചന്ദ്രമതി ഭയങ്കര വായനയും. അല്ല, അച്ഛൻ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടാറില്ലല്ലോ, ഇതിപ്പോൾ പെട്ടെന്ന് എന്താ പറ്റിയതെന്ന് സച്ചി രേവതിയോട് ചോദിക്കും. അതിനെ സച്ചിട്ട് ഞാനും ആലോചിക്കുന്നതെന്നു. സാധാരണ അച്ഛൻ എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കാറുണ്ട്, പക്ഷെ ഇന്ന് കേട്ടില്ല. അതെ, അമ്മയ്ക്ക് വാശി. വാശി. ഈ പിണക്കം പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും കേട്ടോ എന്ന് സച്ചി അന്നേരം പറയുന്നു. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് രണ്ടുപേരെയും കാറിൽ കയറ്റി ഒരു യാത്ര പോയാലോ, അന്ന് പോയതുപോലെ. അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയ ആണെന്ന് സച്ചി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് സുധി ഇങ്ങനെ പോയിട്ട് വരുന്നത്. സുധി വന്നപ്പോഴത്തേക്കും, നീ എന്താടാ ബൈക്കേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര സുധിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ രവിയേട്ടൻ അതിരുന്ന് കേൾക്കുക. അത് പിന്നെ നേരത്തെ വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്ന് സുധി പറയുമ്പം, ഭാര്യ ഉണ്ടെങ്കിലേ നേരത്തെ വരുള്ളൂ, എങ്കിൽ പിന്നെ നീ ജീവിതകാലം മുഴുവനും വൈകി വരേണ്ടി വരുമെന്ന് ചന്ദ്ര സുധിയോട് പറയുന്നു. ഇതൊന്നും കേട്ടിട്ട് മൈൻഡ് ചെയ്യാത്ത സുധി അകത്തേക്ക് കയറിപ്പോയി. ചന്ദ്ര എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മകനെ പറ്റി ആലോചിച്ച് നടക്കുക കേട്ടോ. ആ ഒരു സമയത്ത് പെട്ടെന്നാണ് ആ ഏലസിൻ്റെ കാര്യം ഓർത്തത്. അവൻ കുളി കഴിഞ്ഞിട്ട് വരട്ടെ, ആ ഏലസ് അവൻ്റെ കയ്യിൽ കെട്ടി കൊടുക്കണമെന്ന് ചന്ദ്രൻ മനസ്സിൽ വിചാരിക്കുക. അപ്പോഴത്തേക്കും രവിയേട്ടൻ എഴുന്നേറ്റ് വന്നപ്പം കണ്ടില്ലേ, അവൻ തോന്നുമ്പോൾ വരുന്നു, തോന്നുമ്പോൾ പോകുന്നു. അവനിപ്പോൾ ഒന്നിനോടും താല്പര്യമില്ലെന്ന് രവിയേട്ടൻ പഴയതുപോലെ തന്നെയായി. ഇതിനൊക്കെ കാരണം ആരാ? അത് അവൻ തന്നെയാണെന്ന് സച്ചി. അവനോ? ആ കള്ളി എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞപ്പോൾ, അവളല്ല, നീ എല്ലാത്തിനും കാരണമെന്ന് രവിയേട്ടൻ ചന്ദ്രയോട് അടി തുടങ്ങി. ഞാനെന്നാ ചെയ്തേ? എന്താ ചെയ്തതെന്നോ? ഒട്ടുമിക്ക ഡിവോഴ്സിനും കാരണം നിന്നെ പോലുള്ള അമ്മമാർ തന്നെയാണ്. മക്കളെ രണ്ട് വഴിക്കാക്കിയില്ലെങ്കിൽ നിനക്കൊന്നും സമാധാനം കിട്ടത്തില്ല. ഇതേ ആവശ്യമില്ലാണ്ട് തുടങ്ങിയോണ്ടല്ലോ ഒന്ന് ചന്ദ്ര. നിങ്ങൾ പറയുന്നൊക്കെ അനുസരിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നതെന്ന് ചന്ദ്ര. അപ്പം വിഷയം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ചെല്ലുക. എന്നോട് പറഞ്ഞ ജോലി നിങ്ങൾക്കും ചെയ്യാമെന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ, അതേടി ഞാൻ ചെയ്യാടി എന്ന് പറഞ്ഞു രവിയേട്ടൻ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കില്ല. അപ്പോഴത്തേക്ക് ഇവരൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ചെന്നു കേട്ടോ സച്ചിയും രേവതിയും. അപ്പോൾ കുറച്ചു നേരം ആയാലും രണ്ടും കൂടി എന്താ ഇത്? ചുമ്മാ ഇരിക്കുന്നവരുടെ തലയിൽ ചെകുത്താൻ കയറുമെന്ന് പറയുന്നില്ലേ? ഇവിടെ അത് തന്നെയാണ് ഇപ്പോൾ പ്രശ്നം. എന്നും പറഞ്ഞു ഇങ്ങനെ നേരെ രേവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കണ്ട, നമുക്ക് ഒരു ചെറിയ ട്രിപ്പ് പോയിട്ട് വരാം, സിറ്റിയിലൊക്കെ ചുമന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു സച്ചി. ഇങ്ങനെ കൂടെ മനുഷ്യന്മാരാരെങ്കിലും പോവുമോ? നീ വരണ്ട, നീ മനുഷ്യത്തിയല്ലല്ലോ എന്ന് നമ്മുടെ രവിയേട്ടൻ. മാറിക്കട അവിടെ നിന്ന് പറഞ്ഞു എല്ലാത്തിനും തള്ളി തെറിപ്പിച്ചിട്ട് അങ്ങ് മാറാം. രണ്ടുപേരും മാറി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങോട്ടും പോയി, അമ്മ ഇങ്ങോട്ടും പോയി. സച്ചി രേവതി അന്തം വിട്ട്, രേവതി എന്നതാ ഇതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവർക്ക് തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. ആ സമയത്ത് ഇവരുടെ പിണക്കം മാറ്റാൻ അച്ചമ്മയെ തന്നെ വിളിച്ചു വരുത്തേണ്ടി വരുമെന്ന് നമ്മുടെ സച്ചി. അന്നേരം വേണ്ടെന്നേ, ഇത് എത്ര വരെ പോകുമെന്ന് നമുക്ക് നോക്കാം സച്ചേട്ടാ, അത് കഴിഞ്ഞിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്യാമെന്ന് രേവതി അന്നേരം പറഞ്ഞു. അങ്ങനെ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചും തീരുമാനമൊക്കെ എടുത്തു ഇങ്ങനെ നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചന്ദ്ര പൂജാമുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ സാധനം കാണാനില്ല. അയ്യോ,
ഏലസ് കാണുന്നില്ലല്ലോ, അതാരും എടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിൽക്കുന്നു. രേവതി അന്നേരം അടുക്കളയിൽ തേങ്ങ ചിരണ്ടുന്നു. നമ്മുടെ സച്ചി മൊബൈൽ കണ്ട് ഇതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. രേവതി അന്നേരം കൈക്കിട്ട് തട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അതെ വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് തിന്നാൻ പറഞ്ഞ് ഈ തേങ്ങ തന്നെ അങ്ങ് കൊടുത്തു. അതെ ഈ ചുരണ്ടി ഇട്ടേക്കുന്ന എടുത്ത് കഴിക്കുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ, അതല്ലാതെ കഴിക്കുമ്പോൾ കിട്ടത്തില്ല അതുകൊണ്ടാന്ന് പറഞ്ഞ സച്ചി. അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു. ഇത് ഒരു ഒറ്റ അടി വെച്ചേരും ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ എടാ എന്നും പറഞ്ഞ് ചന്ദ്ര രണ്ടും കൂടി ഇരിക്കുന്നു. എഴുന്നേക്കടാ എനിക്കടാ എഴുന്നേക്കടാ എന്നത്. അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് സച്ചിയുടെ കയ്യിലൊക്കെ നോക്കുക ചന്ദ്ര. എന്താ അമ്മയെന്ന് ചോദിച്ചു രേവതി. അവക്കൊന്നും അറിഞ്ഞൂടാ, നീ അരയിലാണ് കെട്ടിക്കൊടുത്തത്, അഴിക്കടാ അഴിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ചെല്ലുമ്പോൾ ഇത് എന്നെ നീ കാണിക്കുന്ന, ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു. എടാ അഴിക്കടാ അങ്ങോട്ട്. മുണ്ടഴിക്കാനോ? ഞാനും കഴിക്കൂല. അയ്യേ എനിക്ക് നാണോ എന്ന് പറഞ്ഞ സച്ചി. ഒരു മുണ്ടഴിക്കാനല്ല, ഇവള് നിന്റെ അരയിൽ കെട്ടിത്തന്ന ആ സാധനം അഴിച്ചു തരാൻ. എന്ത് സാധനം? അതിന് അവളൊന്നും കെട്ടിത്തന്നില്ലല്ലോ. ദേ എന്നോട് കളിക്കാൻ നിൽക്കല്ലേ, എനിക്കല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് ചന്ദ്ര. എൻ്റെ പൊന്നമ്മേ എന്ത് കെട്ടിക്കൊടുത്തെന്നാ ഈ പറയുന്നേ? പാകം ഒക്കെ ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ചന്ദ്ര. നിന്റെ അഭിനയം ഞാൻ കുറേ കണ്ടിട്ടുള്ളതാടി, എൻ്റെ അടുത്ത് വേണ്ട നിന്റെ അഭിനയമൊന്നും. ഞാൻ ആ ഏലസ് പൂജിച്ച് വാങ്ങിയത് എൻ്റെ മോൻ സുധിക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ ചന്ദ്ര. അല്ലാതെ നിന്റെ കെട്ടിയവന് വേണ്ടിയിട്ടല്ല എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയുമ്പോൾ അഴിച്ചു നാടാ അങ്ങോട്ടൊന്നും പറഞ്ഞ് ചന്ദ്ര നിൽക്കുമ്പം ഓഹോ അമ്മ ആ ഏലസോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ഒരൊറ്റ ഞുള്ളു നമ്മുടെ രേവതി. എന്തായാലും ഞാൻ നിർത്തി കളഞ്ഞേ. അന്നേരം അമ്മ എനിക്ക് ആരും ഏലസൊന്നും കെട്ടി തന്നിട്ടില്ല, ഞാനത് എടുത്തിട്ടും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പൂജാമുറിയിൽ കൊണ്ടുവച്ച ഏലസ ഇപ്പം അതവിടെ കാണുന്നില്ല, നിങ്ങളല്ലാതെ വേറെ ആരെടുക്കാനാണെന്ന് ചന്ദ്ര ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞ് നിൽക്കുക രണ്ടുപേരും. നിങ്ങൾ രണ്ടുപേരും തന്നെ എടുത്ത്, എനിക്കത് അറിയാമെന്നും പറഞ്ഞു ഈ ചന്ദ്ര. എൻ്റെ പൊന്നമ്മേ ഞങ്ങളത് എടുത്തിട്ടില്ല എന്ന് അമ്മയോട് പറഞ്ഞില്ലേ? ഏലസ് വേണമെങ്കിൽ സ്വാമിയെ കണ്ടിട്ട് ഞങ്ങളത് പൂജിച്ച് വാങ്ങിക്കില്ലേ, അല്ലാതെ കട്ടെടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന് രേവതി. അപ്പോൾ അതെ സുധി എടുത്ത് കാണും, അവനെങ്ങും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ചന്ദ്രയുടെ നേരെ നോക്കി എന്നൊക്കെ പറഞ്ഞു കാണിക്കുക. അപ്പം നിങ്ങൾ കള്ളം പറയുന്നത് എനിക്കറിയാം, നിങ്ങൾ തന്നെ എടുത്തേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സുധിക്ക് വേണ്ടി വാങ്ങിച്ചാണെന്ന് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് അത് നിങ്ങൾ എടുത്തതെന്നും ചന്ദ്ര. അവന് നല്ലത് വരാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ അമ്മേ, വേണമെങ്കിൽ അമ്മ വിശ്വസിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രയുടെ മനസ്സിലേക്ക് അടുത്ത പേര് വന്നു. ഇനി അതെങ്ങാനും ആയിരിക്കോ? അപ്പോൾ എന്തെങ്കിലും കുതന്ത്രം ആലോചിക്കുവാണോ എന്നും പറഞ്ഞ് സച്ചി രേവതിയും തൊട്ടരികിൽ നിൽപ്പുണ്ട്. എന്ത്? ഭാര്യയും ഭർത്താവിൽ നിന്ന് അകറ്റുന്ന ഏലസല്ലേ? ആ ഏലസ് അവൾ അവന് കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ അവനെ വെറുക്കും, അവൾ അവനിൽ നിന്ന് അകന്നും പോയിക്കോളും, രണ്ടുപേരും രണ്ട് വഴിക്കായിക്കോളും. ശ്രുതിയെ ശ്രുതിയിൽ നിന്ന് അകറ്റാനുള്ള ഏലസ് ഞാൻ നാളെ സ്വാമിയെ കണ്ടു വാങ്ങിക്കാം, ഇത് അവൻ്റെ അരയിൽ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര. മോനെ സച്ചി, അതെ ആ ഏലസ് എവിടെ കെട്ടിയോ അവിടെ തന്നെ കിടക്കട്ടെ കേട്ടോ, അത് അഴിക്കുകയോ ചെയ്യരുത് കേട്ടോ, നീ വേണമെങ്കിലേ ഒന്നുകൂടി മുറുക്കി കെട്ടിക്കോ കേട്ടോ. പിന്നെ മോളെ രേവതി സമയം കളയണ്ട, നിന്റെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് വെച്ചോ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ചന്ദ്ര അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇതെന്നാ പറ്റിയേ? ഇതെന്നാ സച്ചേട്ടാ, അതെന്താ അങ്ങനെ എന്നോട് പറഞ്ഞിട്ട് പോയത്? ആർക്കറിയാം, നമ്മളെങ്ങനെ അറിയാനാണെന്ന് സച്ചി. ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴേ പ്രശ്നമാകുമെന്ന്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല രേവതി, നീ തേങ്ങ ഇരണ്ടാൻ നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ രേവതിയും കൂടെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ രവിയേട്ടൻ അവിടെ ചെന്ന് ഡ്രസ്സ് മാറുക. സച്ചേട്ടൻ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ചന്ദ്രയുടെ അടുത്ത് നിൽക്കുന്നു. ചന്ദ്രയാണെന്ന് രവിയേട്ടൻ നേരെ പോലും നോക്കുന്നില്ല. രവിയേട്ടൻ എന്നിട്ട് ഇട്ടിരുന്ന ബനിയൻ ഊരി ഷർട്ട് എടുത്തിടാൻ നോക്കുമ്പോഴത്തേക്കും രവിയേട്ടൻ്റെ കയ്യിൽ ആ ചരട് കെട്ടിയേക്കുന്നത് ചന്ദ്ര കണ്ടു. ഇത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്ര അമ്മേ ദൈവമേയോ, അപ്പോൾ ഇദ്ദേഹം ആണല്ലോ ഇതെടുത്ത് കെട്ടിയതാ, ചുമ്മാ അല്ല വെറുതെ ആവശ്യമില്ലാതെ എന്നോട് വഴക്കടിച്ചതല്ലേ എന്നും പറഞ്ഞ് ചന്ദ്രയ്ക്ക് നിൽക്കാം. ഇത് 2 ദിവസം കെട്ടിയിരുന്നെങ്കിൽ ഇദ്ദേഹം ഡിവോഴ്സ് ചെയ്തേനേലോ, ഇപ്പം കണ്ടെന്നാലും ഭാഗ്യമായി എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര വേഗം അങ്ങ് ചെല്ലുക. എന്നിട്ട് അത് തട്ടിപ്പറിച്ച് മേടിക്കാൻ നോക്കുക. നീ എന്തിനാ ഇത് മേടിക്കാൻ വരുന്നത്? നിനക്ക് വേണമെങ്കിൽ നീ വേറെ പോയി മേടിക്കടി എന്നും പറഞ്ഞ് നിൽക്കുന്നു. അല്ലത് എൻ്റെയാ, അയ്യേ പിള്ളേര് കണ്ട മോശം, നീ വിട്. അപ്പോഴത്തേക്കും ചന്ദ്ര ഇത് താന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അതേ ഓടി വന്ന് മോനെ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ സച്ചിയെ കെട്ടിപ്പിടിച്ച് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ എടാ ആ ചേല സിവക്ക് വേണമെന്ന് പറഞ്ഞ് കോട്ടയ്ക്കല്ല ഞാൻ, അപ്പോൾ കൊടുക്കരുത് അച്ഛന്ന് സച്ചി തരാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് ചന്ദ്ര. അമ്മയെന്ന് പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ചന്ദ്രയെ പിടിച്ചു മാറ്റുന്നു. ഇത് പൂജാമുറിയിൽ കൊണ്ടുവച്ച ഏലസ, ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയേ? അപ്പം ഇത് എനിക്ക് ഇവൻ തന്ന ഏലസ, ഇവൻ. അപ്പം ഇവനാണോ നിങ്ങൾക്ക് ഈ ഏലസ് എടുത്ത് തന്നതെന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു സച്ചി. അല്ലടാ അതെ. അപ്പം ഓഹോ, അപ്പം ഏലസ് എടുത്തത് നീയാണല്ലേ? നിന്നോട് ചോദിച്ചപ്പോൾ നീയല്ലേ പറഞ്ഞു എടുത്തിട്ടില്ല എന്ന്? അധികം കള്ളം പറഞ്ഞാണെന്ന് സച്ചി. അമ്മയാണ് കൊണ്ടുവച്ചതെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അച്ഛന് കെട്ടിക്കൊടുത്തതെന്ന് സച്ചി പറയാം. എങ്കിൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ അഴിക്കണമെന്ന് ചന്ദ്ര. അതെന്തിനാ അഴിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ?
അല്ല അച്ഛൻ്റെ കയ്യിൽ കെട്ടിയാൽ ഇപ്പം എന്താ കുഴപ്പം? ആ കുഴപ്പമുണ്ട്, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്ന് ചന്ദ്ര. ആ ഏലസ് വേഗം അഴിക്കാം. അന്നേരം പറ്റില്ല, അഴിക്കാൻ പറ്റത്തില്ല എന്ന് അച്ഛൻ. അമ്മ പൂജിച്ച് വാങ്ങിയ ഏലസല്ലേ, ചില ഏലസ് കെട്ടിയാൽ ജീവിതത്തിൽ നല്ലത് നടക്കുമെന്നും ആയുസ്സും ആരോഗ്യം ഉണ്ടാകുമെന്നും സമ്പത്ത് വരും, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നൊക്കെ രേവതി. അത് അച്ഛൻ്റെ കയ്യിൽ തന്നെ കിടന്നോട്ടെ, അപ്പം നീ മിണ്ടാതിരിക്കണി, നിനക്ക് എന്നെ അറിയാമെന്ന് ചന്ദ്ര ചോദിക്കാം. അവൾക്ക് ഇത്ര കാര്യങ്ങൾ നല്ല വിവരം ഉണ്ടെന്ന് സച്ചി. പിന്നെ വിവരം മണ്ണാ കൊട്ട, അത് കഴിച്ച് താടാന്ന് പറഞ്ഞോണ്ടായി. അത് കഴിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഏലസ് കയ്യിൽ കെട്ടിയിട്ട് നിങ്ങളെന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ ശ്രുതിക്ക് വേണ്ടി പൂജിച്ച് വാങ്ങിയതാണെന്ന് ചന്ദ്ര. അത് ഞാൻ എന്തായാലും ഊഹിച്ചായിരുന്നു. ഈ വീട്ടിൽ അവ മാത്രം നന്നായാൽ മതിയോ? എല്ലാവർക്കും നന്നാകണ്ടേന്ന് അച്ഛൻ ചോദിക്കുക. അച്ഛൻ്റെ കയ്യിൽ കെട്ടിയ അച്ഛൻ അത് ഗുണം ചെയ്യും, കുടുംബത്തിനും അത് ഗുണം ചെയ്യും. അതൊന്നും അല്ലടാ, വേറൊരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞു. വേറെ എന്നാ വിഷയം? വേറെ ഇപ്പം എന്നാ വിഷയം ഇവിടെ ഉള്ളത്? അത് പിന്നെ അത് കൈ കിടന്നാലേ ഞാനും ഇദ്ദേഹവും അയ്യോ എന്നും പറഞ്ഞോണ്ടിരിക്കുക. ഞാനും ഇദ്ദേഹവും. നീ എന്താ ഈ പറഞ്ഞേ? ബാക്കിയോട് പറയാൻ പറഞ്ഞു രവിയേട്ടൻ. അപ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് പേടിയായി, എങ്ങനെ പറയും? അയ്യോ. അപ്പം ശരിക്കും വിഷയം അതല്ല. ഇദ്ദേഹം കെട്ടരുത്, അത് ശ്രുതിയുടെ കയ്യിൽ തന്നെ കെട്ടേണ്ടതാണെന്ന് ചന്ദ്ര. അപ്പോൾ എന്തൊക്കെയാ അച്ഛ ഈ പറയുന്ന അമ്മ? അപ്പം എന്താ അമ്മയെന്ന് രേവതിയും ചോദിച്ചു. അപ്പം ഇത് കെട്ടിയാലേ നിങ്ങളിപ്പോൾ പറഞ്ഞ ഫലമൊന്നും ഉണ്ടാകാൻ പോണില്ല. ഫലം ഉണ്ടാവത്തില്ലെന്നോ? പിന്നെയോ ഇത് ഞാൻ ശ്രുതിക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി ഞാൻ പൂജിച്ച് വാങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അയ്യോ അത് നേരത്തെ പറയണ്ടായിരുന്നു അച്ഛൻ കൈ കാണിച്ച്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അത് ഊരാൻ നോക്കും. അപ്പോൾ അതല്ലടാ, അത് അതിനകത്ത് കിടന്നോട്ടെ, കുഴപ്പമില്ലടാന്ന് അച്ഛൻ പറഞ്ഞു. വേണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു സച്ചി. അത് വേഗം തന്നെ ഒരു ചന്ദ്രയുടെ കൈ കൊടുത്തു. ആകെ പ്രശ്നം അതിനോട് അശ്ശടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി രവി നിന്ന് ചിരിക്കുന്നു. അല്ല അമ്മയാ പറഞ്ഞത് ശ്രുതി പൗഡറായിട്ട് ഇവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ ശ്രുതിക്ക് അതങ്ങനെ കുഞ്ഞുണ്ടാകുമെന്നൊക്കെ ചോദിച്ചു നമ്മുടെ സച്ചി ഇങ്ങനെ ചോദിക്കാം. അപ്പം അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്നു. അമ്മ അടുത്ത ഡയലോഗ് ഇറക്കിയതാ, അമ്മ അടുത്ത തട്ടിപ്പോയിട്ട് വന്നതാ, എന്നേലും കാണിക്കട്ടെ, അവളുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാത്തതാണ് നല്ലതെന്നും പറഞ്ഞ അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പം എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ സച്ചിയേട്ടാന്ന് പറഞ്ഞു രേവതിയും അതുപോലെ സച്ചിയും കൂടെ അവിടെ ഇരിക്കുക. പിന്നെ കാണിക്കുക നമ്മുടെ ശ്രുതി കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഷർട്ടൊന്ന് അഴിച്ചിടാൻ മോനെ എന്ന് പറഞ്ഞ അമ്മ വന്നു. ഷർട്ട് അഴിക്കാനോ? അമ്മ എന്തൊക്കെയാ പറയണേ? എന്തിനാ ഷർട്ട് അഴിക്കുന്നത്? എന്നാ കാര്യം? ഈ ഏലസ് നിന്റെ കയ്യിലൊന്ന് കെട്ടാനാ? എന്തിനാമേ ഏലസ്? എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു ശ്രുതി. അപ്പം ഈ ഏലസേ ഞാനൊരു സ്വാമിയെ കണ്ട് പൂജിച്ച് വാങ്ങിച്ചതാണെന്നും ഇത് കയ്യിൽ കെട്ടിയാൽ നല്ലത് നടക്കുമെന്നും ആയുസ്സും ആരോഗ്യം ഉണ്ടാകുമെന്നും ചന്ദ്രശ്രുതിയോട് പറയാം. ബിസിനസ്സിൽ പുരോഗതിയൊക്കെ ഉണ്ടാവും, സമ്പത്തെ ഒന്നുകൂടുമെന്നൊക്കെ പറയുമ്പോൾ പിന്നെ എൻ്റെ അമ്മ എനിക്കിപ്പം മോശ സമയമാണെന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല അമ്മയെന്നും. അങ്ങനെയൊന്നും പറയല്ലേ മോനെ, നല്ല ശക്തിയുള്ള ഏലസാടാ, ഇത് കയ്യിൽ കെട്ടിയാൽ നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, അത് ഉറപ്പാടാന്ന് പറഞ്ഞ് ഈ ഷർട്ടൊന്ന് അഴിക്കണം മോനെ എന്നും പറഞ്ഞാൽ ഈ അമ്മ ഷർട്ടൊന്നും അഴിക്കട്ടെ, അതെ അതെ ഇവിടെ അങ്ങ് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അവിടെ കെട്ടിയാൽ പോരത് മറ്റുള്ളവരുടെ കണ്ണിൽ പെടുന്ന സ്ഥലത്ത് കെട്ടാൻ പാടില്ലടാ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതിയെ കൊണ്ട് നിർബന്ധിച്ച് ഷർട്ട് അഴിപ്പിച്ചു. എന്നിട്ട് ഷർട്ടിൻ്റെ കൈയുടെ ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്തു. ഇത് എപ്പോഴും നിൻ്റെ കയ്യിൽ തന്നെ കാണണം കേട്ടോ, അഴിക്കരുത് കേട്ടോ എന്നും പറഞ്ഞായി ചന്ദ്ര. നിനക്കിനി നല്ല കാലമാണ് കണ്ടോ, നീ ധൈര്യമായിട്ടിരുന്നു എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ മോനോട് പറഞ്ഞു. പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ പോകാനായിട്ട് റെഡി ആവുന്നു. പിന്നെ കാണിക്കുന്ന വർഷ കേട്ടോ. വർഷ ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുന്നു. വിഷമിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് രേവതി വർഷയുടെ അടുത്തേക്ക് വന്നു. വർഷേ നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, നിനക്ക് എന്തോ ടെൻഷനുണ്ട്. ടെൻഷനൊന്നുമില്ല ചേച്ചി, നീ മരുന്നൊക്കെ കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു. കഴിച്ചായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഛർദ്ദിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല ഛർദ്ദിച്ചൊന്നുമില്ല, എനിക്കിപ്പോൾ സുഖമായി ചേച്ചി, കുഴപ്പമൊന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞ് വർഷം ഇങ്ങനെ നിൽക്കുക. എന്നാൽ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് കേട്ടോ, അത് മുഖം കാണുമ്പോൾ തന്നെ അറിയാമെന്ന് രേവതി പറയാം. വാ ചെന്ന് കിടന്നേ വന്നേ എന്നും പറഞ്ഞ് ഇങ്ങനെ രേവതി വർഷയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകണു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നു. അപ്പോൾ ഈ ശ്രീകാന്തിനെ കണ്ടപ്പോഴത്തേക്കും എല്ലാം ഉണ്ടാക്കിയിട്ട് പോകണോണ്ടില്ലേ, ഫോൺ കുത്തിക്കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരു ഫ്ലവർ വേഴ്സ് എടുത്ത് ശ്രീകാന്തിൻ്റെ പുറത്തേക്ക് നോക്കി ഒരു ഒറ്റ ഏറായിരുന്നു വർഷ. ശ്രീകാന്തിനെ ശരിക്കും നൊന്തു. വർഷേ എന്നും പറഞ്ഞ് രേവതി വിളിക്കുന്നു. എന്താ നീ കാണിച്ചതെന്ന് ചോദിക്കണു. അപ്പോഴത്തേക്കും വർഷയ്ക്ക് ഭയങ്കര ദേഷ്യം. ശ്രീകാന്ത് അതിനേക്കാളും വലിയ ദേഷ്യം. ഇവിടെ ഞാനൊന്നും പറഞ്ഞു ശ്രീകാന്ത് നിനക്കതൊരു ഭ്രാന്ത് പിടിച്ചോടിയെന്ന് ചോദിച്ച് ഞാൻ എറിഞ്ഞ് കൊല്ലാൻ നോക്കാനോടിയെന്ന് ചോദിച്ചു. നിന്നെ ഞാനായതുകൊണ്ട് വെറുതെ വിട്ടതെന്ന് വർഷ പറയാ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ വർഷ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണേ. എല്ലാം ചെയ്ത് വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നടക്കുന്നവൻ. ഇതെന്നതാ നിന്നെ ഞാനെന്ന് പറഞ്ഞ വർഷം വീണ്ടും ശ്രീകാന്തിൻ്റെ കഴുത്തിന് കയറി പിടിക്കുക. അപ്പോഴത്തേക്ക് രേവതി ഇടയ്ക്ക് കയറിച്ചെന്ന് നീ എന്നതേ വർഷം ചെയ്യണേന്ന് ചോദിച്ച് പിടിച്ച് തള്ളി മാറ്റുന്നു. നിനക്ക് എന്നാ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വർഷം ഇങ്ങനെ ശ്രീകാന്തിനെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കാം. ഇവക്കിത് എന്താ? അപ്പോഴത്തേക്കും സച്ചിയും വന്നു. വർഷം എന്താ പ്രശ്നം, എന്താ കാര്യമെന്ന് ചോദിച്ച്.
ഓ എന്നും പറഞ്ഞ് നിൽക്കുക. എടാ നീ അനുഭവിക്കൂടാ, നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, നീ അനുഭവിക്കും. അപ്പം എന്നാടാ നീ ചെയ്തേ? എനിക്കറിയത്തില്ല, ഞാൻ എന്നാ ചെയ്തേ. അപ്പോഴത്തേക്കും വർഷം തുള്ളിച്ചാടിയകത്തേക്ക് കയറിപ്പോയി. വർഷം നിൽക്കുക. എന്താ വർഷം? എടാ എന്നാടാ നീ അവളെ ചെയ്തേ? അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അവളെന്താ നിന്റെ കഴുത്തിൽ പിടിച്ചത്? എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ പൊന്ന് സച്ചേട്ടാ, നീ എന്നോട് കള്ളം പറയണ്ട, നീ അവളെ എന്തോ ചെയ്തിട്ടുണ്ട് പറയടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കണം ഇവർ രണ്ടുപേരും കൂടി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.